എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 18 ശ്ലോകം 28, 29, 30, 31, 32, 33 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ആസതാം പുരതോ മമ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 28. തഥേത്യവസ്ഥിതേ പ്രാഹ ദേവയാനേ മനോഗതം പിത്രാ ദത്തായതോ യാസ്യേ സാനുഗായാതു മാം അനു. തഥാ ഇതി അവസ്ഥിതേ, അപ്രകാരമെന്ന് പറഞ്ഞു നിന്നപ്പോൾ ദേവയാനി മനോഗതം മനസ്സിലുള്ളതിനെ പ്രാഹ പറഞ്ഞു. പിത്രാദത്ത പിതാവിനാൽ നൽകപ്പെട്ടവളായിട്ട് യഥാ യാസ്യേ എവിടെ ഞാൻ പോകുമോ അവിടെ ഇയം ഇവൾ സാനുക സഖിമാരോടുകൂടി മാം അനുയാതു എന്നെ അനുഗമിക്കട്ടെ. ശുക്രമഹർഷിയുടെ ദേഷ്യമൊക്കെ പോയി പറഞ്ഞു, ക്ഷമിക്കണേ എന്ന് ഋഷഭർവാവ് പറഞ്ഞപ്പോ പറഞ്ഞു, ദേവയാനി പറയട്ടെ, ദേവയാനിയുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ ഞാൻ ചെയ്യാം, അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ദേവയാനിയോട് ചോദിച്ചു ഋഷഭർവാവ്. അപ്പൊ ദേവയാനി പറയാ, അച്ഛൻ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോ ഈ ശർമ്മിഷ്ഠ അവളുടെ സഖിമാരോടുകൂടി എന്റെ പിന്നാലെ വരണം, എന്റെ ദാസിയായിട്ട് അവള് എന്റെ ഗൃഹത്തിൽ താമസിക്കണം. ഇതങ്ങോട്ട് കേട്ട് ശർമ്മിഷ്ഠയ്ക്ക് വളരെ സങ്കടമായി. എന്നാലും അച്ഛനും ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാവില്ലേ വെച്ചിട്ട് അത് സമ്മതിക്കണം ശർമ്മിഷ്ഠ. സ്വാനാം തൽ സങ്കടം വീക്ഷ്യ തദർത്ഥസ്യ ജഗൗരവം ദേവയാനീം പര്യചരൽ സ്ത്രീ സഹസ്രേണ ദാസവൽ. സ്വാനാം സ്വജനങ്ങളുടെ തത് സങ്കടം അവനിൽ നിന്നുള്ള ക്ലേശത്തെയും തദർത്ഥസ്യ ഗൗരവം അദ്ദേഹത്തിന് ശുക്രാചാര്യരെ കൊണ്ടുള്ള പ്രയോജനത്തിന്റെ ഗൗരവത്തെയും വീക്ഷ്യ കണ്ടിട്ട് സ്ത്രീ സഹസ്രേണ സഹസ്രം സ്ത്രീകളോടുകൂടി ദാസവൽ ദാസിയെ പോലെ ദേവയാനിയെ പരിചരിച്ചു. ശുക്രമുനി തങ്ങളെ വിട്ടുപോകുന്നത് കൊണ്ടുണ്ടാവുന്ന ആ വിഷമം, അപ്പൊ അച്ഛന് വല്ലാത്ത ബുദ്ധിമുട്ടാവും ശുക്രമുനി അവിടെ നിന്ന് പോയാൽ. അതുകൊണ്ട് മാത്രം ശർമ്മിഷ്ഠ അത് സമ്മതിച്ചു. അതിന്റെ കാര്യഗൗരവം മനസ്സിലാക്കിയിട്ട് തന്റെ സഖിമാരായ 1000 പേരോടുകൂടി ദാസിയെ പോലെ ദേവയാനിയെ പരിചരിച്ചു. നാഹുഷായ സുതാം ദത്വാ സഹ ശർമ്മിഷ്ഠയോശനാഃ തമാഹരാജൻ ശർമ്മിഷ്ഠാം ആധാസ്തൽപേ നകർഹിച്ചിത്. ഉശനസ് നാഹുഷായ നഹുഷപുത്രനായിക്കൊണ്ട് ശർമ്മിഷ്ഠയാ സഹ ശർമ്മിഷ്ഠയോടുകൂടി സുതാം ദത്വ സുതയെ നൽകിയിട്ട് രാജൻ ഹേ രാജാവേ ശർമ്മിഷ്ഠാം ശർമ്മിഷ്ഠയെ കർഹിച്ചിത് ഒരു കാലത്തും തൽപേ ശയനത്തിൽ ന ആധാനം ചെയ്യരുതെന്ന് തം ആഹ അദ്ദേഹത്തിനോട് പറഞ്ഞു. ശുക്രാചാര്യൻ അങ്ങനെ നഹുഷപുത്രനായ യയാതി രാജാവിന് ആ ശർമ്മിഷ്ഠ എന്നുള്ള ദാസിയോടുകൂടി സ്വപുത്രിയായ ദേവയാനിയെ ദാനം ചെയ്തു. ശർമ്മിഷ്ഠയെ ദാസിയായിട്ട് ആണ് കൊടുത്തത്, ദേവയാനിയെ ഭാര്യയായിട്ടും ദാനം ചെയ്തു യയാതി മഹാരാജാവിന്. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, രാജാവേ ശർമ്മിഷ്ഠയെ ഒരു കാലത്തും അങ്ങയുടെ ശയനത്തിൽ പ്രവേശിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു. വിലോക്യൗശനസീം രാജൻ ശർമ്മിഷ്ഠാ സപ്രജാം കുചിൽ തമേവ വവ്രേ രഹസി സഖ്യാ പതിം ഹൃദൗ സതി. രാജൻ ഹേ രാജാവേ സപ്രജ സന്താനത്തോടുകൂടിയ ഉശനസിന്റെ പുത്രിയെ വിലോക്യ കണ്ടിട്ട് ക്വചിത്ത് ഒരിക്കൽ സതീ ശർമ്മിഷ്ഠ പതിവ്രതയായ ശർമ്മിഷ്ഠ ഋതുകാലത്തിൽ സഖ്യ പതിം തം എവ സഖിയുടെ പതിയായ അദ്ദേഹത്തെ തന്നെ രഹസി വവ്രേ ഏകാന്തത്തിൽ വരിച്ചു. അങ്ങനെ ദേവയാനിക്ക് സന്താനമുണ്ടായി. സന്താനവതിയായ ദേവയാനിയെ കണ്ടപ്പോൾ ശർമ്മിഷ്ഠയ്ക്കും സന്താനം ഉണ്ടാവണമെന്ന ഒരാഗ്രഹം ജനിച്ചു. അങ്ങനെ സഖിയായിട്ടുള്ള ആ ദേവയാനിയുടെ ഭർത്താവായിട്ടുള്ള യയാതി മഹാരാജാവിന് തന്നെ ഇതേവരെ അന്യപുരുഷനെ സ്വീകരിക്കാതിരുന്ന ശർമ്മിഷ്ഠ ഏകാന്തത്തിൽ പ്രാപിച്ചു. സമീപത്ത് ചെന്നിട്ട് പറയാണ് യയാതി മഹാരാജാവിനോട്, സന്താനത്തിന് അപേക്ഷിക്കുകയാണ്.
രാജപുത്ര്യാർത്ഥിതോപത്യേ ധർമ്മം ചാവേക്ഷ്യ ധർമ്മവിത് സ്മരൻ ശുക്രവചകാലേ ദിഷ്ടമേവാഭ്യപദ്യത. രാജപുത്രിയാൽ കാലേ ഋതുകാലത്തിൽ അപത്യേ സന്താനത്തിനു വേണ്ടിയിട്ട് അർത്ഥിത പ്രാർത്ഥിക്കപ്പെട്ട ധർമ്മവിത് ധർമ്മജ്ഞൻ ശുക്രവച സ്മരൻ അഭി ശുക്രവാക്യത്തെ ഓർക്കുന്നുവെങ്കിലും ധർമ്മം അപേക്ഷ ധർമ്മത്തെ ആലോചിച്ചിട്ട് ദിഷ്ടം ഏവ പ്രാരബ്ധം നിമിത്തമാഗതമായതിന് തന്നെ അഭ്യപദ്യത പ്രാപിച്ചു. അസുര രാജാവിന്റെ പുത്രിയായിട്ടുള്ള ശർമ്മിഷ്ഠ ഋതുകാലത്തില് സന്താനാർത്ഥം ചെയ്ത അപേക്ഷയെ ഉപേക്ഷിക്കണത് യുക്തമല്ല എന്ന് രാജാവിന് തോന്നി. കാമം മൂലമല്ല ശർമ്മിഷ്ഠ വന്നിരിക്കണം, ഒരു സന്തതി ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് ശുക്രമഹർഷി പറഞ്ഞിട്ടുണ്ട് അല്ലെ, ശർമ്മിഷ്ഠയെ ഒരു കാലത്തും അംഗീകരിക്കരുതെന്ന് ശുക്രമഹർഷിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വിചാരിച്ചു ഭഗവാന്റെ ഇച്ഛ ഇതായിരിക്കും. അങ്ങനെ ശർമ്മിഷ്ഠയുടെ പ്രാർത്ഥനയെ തന്നെ സ്വീകരിച്ചു. കാമാധീനനായിട്ടല്ല, അവളെ ഉപേക്ഷിക്കണത് അധർമ്മമാണെന്നുള്ള വിചാരം കൊണ്ട് മാത്രം. സന്താനത്തെ കാക്ഷിച്ചിട്ടാണല്ലോ വന്നത്, അപ്പൊ അത് സാധിപ്പിക്കാതിരിക്കണത് അധർമ്മമാണ് എന്ന് തോന്നി. അതുകൊണ്ടാണ് രാജാവ് സമ്മതിച്ചത് എന്ന് പറയുന്നു. യതും ച തുർവസും ചൈവ ദേവയാനി വ്യജായത ദ്രുഹ്യും ചാനും ച പൂരും ച ശർമ്മിഷ്ഠ വാർഷപർവണി. വൃഷപർവാവിന്റെ പുത്രി ദേവയാനി യദുവിനെയും തുർവസുവിനെയും പ്രസവിച്ചു. 2 കുട്ടികൾ ദേവയാനിക്ക് ഉണ്ടായി. ശർമ്മിഷ്ഠയ്ക്ക് ദ്രുഹ്യു അനൂപൂരു എന്നു പേരായ 3 പുത്രന്മാരും ഉണ്ടായി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.